ഇന്ന് കുർബാനയും ബലിജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഒരു പ്രത്യേക ഓട്ടോറിക്ഷയിൽ നിങ്ങൾ കുർബാനയ്ക്ക് പോകരുത്. ആ ഓട്ടോറിക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ പിശാചാണ്. ആ ഓട്ടോറിക്ഷയുടെ നിറം കറുപ്പാണ്. ആ ഓട്ടോറിക്ഷയ്ക്ക് 3 ചക്രങ്ങളുണ്ട്. ഒന്ന് പരദൂഷണ ചക്രം, 2 പകപോക്കൽ ചക്രം, 3 പാരവെപ്പ് ചക്രം. പിശാചിൻ്റെ ഈ ഓട്ടോറിക്ഷയിൽ കയറി ആരും കുർബാനയ്ക്ക് പോകരുത്. പരദൂഷണ ചക്രം, പാരവെപ്പ് ചക്രം, പകപോക്കൽ ചക്രത്തിൽ കറങ്ങുന്ന ഓട്ടോറിക്ഷയാണത്. അതിൽ കയറിയിരിക്കരുത്. അത് ഓടിക്കുന്നത് സാത്താനാണ്. അത് ഓടിച്ചെന്ന് എത്തുക നരകത്തിലാണ്. ഈ ചക്രങ്ങളൊക്കെ സാത്താൻ എവിടെ നിന്ന് വാങ്ങിയെന്നറിയാവോ? ബൈബിളിൽ ഇതിൻ്റെ റെഫറൻസ് ഉണ്ട്. പാരവെപ്പ് ചക്രം സാത്താൻ വാങ്ങിയത് ജൂഡസ് ട്രേഡിംഗ് കമ്പനിന്നാണ്. യൂദാസ്, കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്, കൂടെ നടന്ന് ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്, ആ യൂദാസിൻ്റെ ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ് പാരവെപ്പ് ചക്രം സാത്താൻ വാങ്ങി ഓട്ടോറിക്ഷയ്ക്ക് ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ പകപോക്കൽ ചക്രം എവിടെ നിന്നാണെന്നറിയാവോ? ഹേറത്ത് ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന്. രാജാവ് പിറന്നെന്ന് കേട്ടപ്പോൾ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ പിള്ളേരും കഴുത്തറക്കാൻ പറഞ്ഞു. പകപോക്കുക. പരദൂഷണ ചക്രം സാത്താൻ വാങ്ങുന്നത് മർത്ത ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ്. ഞാനിവിടെ കിടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുക, അവൾ വെറുതെ വന്നിരിക്കുക. മറിയം യേശുവിനോട് പറയുന്നില്ലേ, കുറ്റം പറയാം. ഈ 3 കാര്യം ഒഴിവാക്കണമെന്ന് സ്നേഹത്തോടെ പിതാവ് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ബലിജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരദൂഷണ ചക്രത്തിൽ, പകപോക്കൽ ചക്രത്തിൽ, പാരവെപ്പ് ചക്രത്തിൽ കറങ്ങുന്ന ഓട്ടോറിക്ഷയിൽ കയറി കുർബാനയ്ക്ക് പോകരുത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സംഭാഷണങ്ങൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ മിക്കവാറുമൊക്കെ കുറ്റം പറയലായിട്ട് മാറും. നമ്മൾ എത്ര പേരുടെ പോസിറ്റീവ്സ് പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട്? അത് നന്നായിട്ട് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. കുറ്റം പറയില്ല എന്നൊരു തീരുമാനം എടുക്കുക. പക പോക്കില്ല, ആർക്കിട്ട് പാറ പണിയില്ല. ഈ 3 തീരുമാനം എടുത്തിട്ട് വേണം ബലിജീവിതം നയിക്കാൻ തുനിയുന്നതിന് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ബലിജീവിതം, ക്രൈസ്തവ ജീവിതം ബലിജീവിതമാണ്. കുർബാനയിൽ വന്ന് ഈശോയുടെ ശരീരം സ്വീകരിച്ച് ശക്തി സംഭരിച്ച് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന കൽപ്പന ഏറ്റുവാങ്ങി 23 മണിക്കൂറും യേശുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്നതാണ് ബലിജീവിതം. ഇനി കുർബാന സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ യോഗ്യതയുണ്ടാക്കണം. നമുക്കറിയാം, ഈ കുർബാനയ്ക്കുള്ളിൽ തന്നെ അനുരഞ്ജന ശുശ്രൂഷയുണ്ട്. കലഹം മാറ്റാം, ഭിന്നത നീക്കിയിടം. ആ പാട്ടൊക്കെ ഓർക്കുന്നുണ്ടാവും. നമുക്കറിയാം, ഏതൊരു പാപത്തിനും 2 ഡിമെൻഷൻ, 2 തലത്തിലുള്ള മുറിവുണ്ടാക്കും. ദൈവവുമായുള്ള ബന്ധം മുറിയും, മനുഷ്യനായുള്ള ബന്ധം മുറിയും. ഈ 2 തലങ്ങളിലും മുറിവുണക്കുന്ന ഭാഗമാണല്ലോ അനുരഞ്ജന ശുശ്രൂഷ. ഞാൻ സാധാരണ കുർബാനയുടെ ക്ലാസ്സിന് പള്ളികളിൽ പോകാറുണ്ട്. ഈ മെത്രാൻ ശുശ്രൂഷ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒത്തിരിയേറെ പള്ളികളിൽ കുർബാനയുടെ ക്ലാസ്സുമായിട്ട് പോകാറുണ്ട്. അപ്പം ഞാൻ കൊച്ചു കുട്ടികളെ കൊണ്ടുപോകും. 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളെ 3-4 എണ്ണത്തിന് ഞാൻ ഓട്ടോറിക്ഷയിലെ പോവുക. അത് മറ്റേ കറുത്ത ഓട്ടോറിക്ഷയിലല്ല, സാധാരണ ഒരു ഓട്ടോറിക്ഷ ഒരാളെ വിളിച്ച് ആളുടെ ഈ 3-4 കുട്ടികളെയും ആ ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ഓരോ പള്ളികളിലേക്ക് തന്നെ പോകും. അവിടെ ചെന്ന് കുട്ടികളെ കൊണ്ട് എന്നൊരു ആക്ഷൻ കാണിപ്പിക്കും.
അപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ ഈ കുട്ടികളെ ആക്ഷൻ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിൽ തറയും. ഈ പ്രസംഗം ആർക്കും ഇഷ്ടമല്ല ഇന്നത്തെ കാലത്ത്. ഈ പള്ളിയിലാണെങ്കിലും കുർബാനയ്ക്കിടയ്ക്കുള്ള പ്രസംഗങ്ങൾ നീണ്ടു പോകുന്നതിനെ പറ്റി പലരും എന്നോട് വിമർശിക്കാറുണ്ട്. എന്നോട് അടുത്ത ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എപ്പോഴും തമാശ പറയുന്ന ആൾ പറഞ്ഞു, പിതാവിന് 66 വയസ്സായില്ലേ, ഇനി ബീഫ് കൂട്ടണം, സ്പീച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ സ്പീച്ച് കുറയ്ക്കണം, ബീഫ് കൂട്ടണം? അവൻ എന്നോട് പറയാ, പ്രസംഗം അതി നീട്ടിയാൽ കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല, പിന്നെ ബീഫ് കൂട്ടണം. വയസ്സായ ഒരാളും തിരിഞ്ഞു നോക്കില്ല, വേഗം ബീഫൊക്കെ കഴിച്ച് നേരത്തെ അടിച്ചു പോയ കൊളസ്ട്രോളൊന്നും അടിച്ചു പോയില്ലെങ്കിൽ പെടും. അപ്പം അതുകൊണ്ട് സ്പീച്ച് കുറയ്ക്കുക, ബീഫ് കൂട്ടുക. ആ കൂട്ടുകാരെ തമാശയ്ക്ക് പറഞ്ഞു. ഇപ്പം നീണ്ട പ്രസംഗങ്ങൾ പറഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ കൊച്ചു കുട്ടികളെ കൊണ്ടുപോകും. ഇപ്പോൾ ക്ലാസ് കൊടുക്കുമ്പോൾ തന്നെ കുട്ടികളെ കൊണ്ട് ഒരു ആക്ഷൻ കാണിക്കാൻ പറയും, ആ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഞാനൊരു പള്ളിയിൽ ചെന്ന്, അപ്പോൾ പിള്ളേർക്ക് എൻ്റെ കൂടെ സ്ഥിരം പോകുന്നുണ്ട്, അവർക്കറിയാം. ഞാൻ കുർബാനയുടെ ക്ലാസ് കൊടുത്ത് ഈ അനുരഞ്ജന ശുശ്രൂഷയുടെ ഭാഗം പറഞ്ഞിട്ട്, അനുരഞ്ജന ശുശ്രൂഷ 2ാം ഭാഗം എന്ന് പറഞ്ഞിട്ട് മൈക്രോഫോണിൽ തട്ട് തട്ടും. അപ്പോൾ പിള്ളേരെ ഞാൻ 2 കുട്ടികളെ സംഗീതത്തിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഈ തട്ട് കേൾക്കുമ്പോൾ, ഈ സൗണ്ട് കേൾക്കുമ്പോൾ സംഗീതത്തിൽ നിന്ന് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മുൻഭാഗത്തേക്ക്. ഞാനിങ്ങനെ വചനവേദിയുടെ അടുത്ത് നിന്നിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ആൾക്കാർ പള്ളി നിറച്ച് ജനം ഇരിക്കുന്നുണ്ട്. അനുരഞ്ജന ശുശ്രൂഷ 2ാം ഭാഗം നിന്ന് മൈക്രോഫോണിൽ തട്ടി വഴിക്ക് അവരുടെ പറഞ്ഞിട്ട്, ഒരാൾ ഇപ്പുറത്ത് കൂടെ വരിക, എന്നിട്ട് മുമ്പിൽ വന്ന് നിൽക്കുക, ഒരാൾ ഇപ്പുറത്ത് കൂടെ വരിക, മുമ്പിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ പാട്ട് പാടും. അവരോട് ഒരു ആക്ഷൻ കാണിക്കാൻ പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൂടുന്ന ഒരു ആക്ഷൻ കാണിക്കാൻ പറഞ്ഞു. ഇങ്ങനെ കാണിച്ച് നിൽക്കുക ഫ്രണ്ടിൽ. അപ്പം ഞാനിവിടെ മൈക്രോഫോണിലൂടെ കലഹം മാറ്റാം ഭിന്നത, ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ആൾക്കാരെ നോക്കി ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കമൻട്രി കൊടുക്കും, നോക്ക് കലഹിക്കുന്ന മക്കൾ അനുരഞ്ജന ശുശ്രൂഷയിൽ ഇതാ രമ്യതയിലെത്തി. അപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിൽ ഓർത്തിരിക്കും. ഈ അന്ന് ഞാൻ കൊണ്ടുപോയ കുട്ടികളിൽ 2 പേരും കുസൃതി പിള്ളേരാണ്. ഒരുവിധം കുസൃതി പിള്ളേർ കൊണ്ടുപോയില്ലെങ്കിൽ ആൾക്കാരെ കാണുമ്പോൾ അവർ പേടിക്കും. ഒരുത്തൻ ഇങ്ങനെ, ഞാൻ അനുരഞ്ജന ശുശ്രൂഷ 2ാം ഭാഗത്ത് നിന്ന് കൊട്ടിയപ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് നിന്നു, മറ്റേ പയ്യൻ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ കരണക്കുറ്റിക്ക് ഒറ്റ അടി. കാരണം പള്ളിയകത്തല്ലേ, ഞാനൊന്നും ചെയ്യില്ല എന്ന് അവനറിയാം. പക്ഷെ ആൾക്കാരുടെ ഞാൻ ഒന്നും പറയുന്നില്ല, സസ്പെൻസാണ്. അപ്പോൾ ആൾക്കാർ നോക്കിയപ്പോൾ ഒരു കൊച്ചു വന്ന് ഒറ്റ അടി വേറെ കൊച്ചിനെ ക്ലാസ്സിനടക്കി. ഇവൻ അടിച്ച വഴിക്ക് മറ്റേ കുട്ടി ഇതിനേക്കാളും കുസൃതിയാണ്. അവൻ തിരിച്ച് ഒറ്റ പേട അങ്ങോട്ട്, അവൻ ഇങ്ങോട്ട് വീണ്ടും അടിച്ചു. ഒരുത്തെ ഷർട്ടുമ കയറി പിടിച്ചു. ഞാൻ നോക്കിയപ്പോൾ മദ്ബയിൽ പൊരിഞ്ഞ് കിട്ടി 2 പിള്ളേരും. ആൾക്കാരിങ്ങനെ പകച്ച് നോക്കാണ്ട്, എന്തേ ക്ലാസ്സിനിടയ്ക്ക്. ഞാനും പെട്ടെന്ന് പകച്ചു. പക്ഷെ ഞാൻ പെട്ടെന്ന് അസ്വസ്ഥനായില്ല. ഞാൻ വേഗം എന്ത് വെച്ചാൽ, ഞാൻ വേറെ മാർഗ്ഗമില്ല. ആ നേരത്തെ ഞാൻ ചെന്ന് എന്നെയും കയറി ഇടിക്കുക. അതുപോലെ ഒരു മുഖമൊക്കെ ചുമന്നു. ഞാൻ വേഗം മൈക്രോഫോൺ കയ്യിലെടുത്തിട്ട് പതുക്കെ ഇവിടുന്ന് മാറി അങ്ങ് അറ്റത്തേക്ക് വന്നു. അപ്പോൾ ഒരു പൊരിഞ്ഞ ഇടി നടത്തിക്കൊണ്ടിരിക്കുക അവിടെ. ഞാൻ ആൾക്കാരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ എൻ്റെ ഈ കലഹം മാറ്റാമെന്ന് പാടി നോക്കി, പക്ഷെ ഒരു വ്യത്യാസമില്ല. അവർ ശ്രദ്ധിക്കുന്ന തന്നെ ഇല്ല, അവർ ഇടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഞാൻ മൈക്രോഫോൺ എടുത്ത് അങ്ങ് അറ്റത്തേക്ക് ചെന്ന്, എന്നിട്ട് ഞാൻ ആൾക്കാരോട് പറഞ്ഞു, നോക്കൂ, കലഹിക്കുന്ന 2 കുട്ടികളെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ കലഹം മാറ്റാമെന്ന് പാടി, നോക്കൂ, ഇടി മാറിയിട്ടില്ല, ഇടി തുടരുകയാണ്. ഇതാണ് നമ്മുടെ പള്ളിയിൽ സംഭവിക്കുന്നതൊക്കെ പറഞ്ഞ് പതുക്കെ ക്ലാസ് അങ്ങോട്ട് തിരിച്ചു വിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ ഇടി നിർത്തി. പിന്നെ അവർക്ക് സംഗീതത്തിൽ കൊണ്ടുപോയി ഞാൻ വീട്ടിൽ നിന്നൊക്കെ കൊടുത്തു കുർബാന കഴിഞ്ഞപ്പോൾ. പക്ഷെ ഞാൻ സെറ്റ് ചെയ്ത സീനിനേക്കാളും ആളുകൾക്ക് മനസ്സിലാവുന്നത് ഈ പിള്ളേർ കളിച്ച സീനാണ്, നിർത്താത്ത ഇടി. ഇതാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുരഞ്ജിതരാകണം. ശക്തമായ കൽപ്പനയാണ് കുർബാന സ്വീകരണത്തിന് മുമ്പ്. ഈശോയെ സ്വീകരിക്കാൻ യോഗ്യതയോടെ നമ്മൾ സ്വീകരിക്കാനായിട്ട് വെറുപ്പും വിദ്വേഷവും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ഈശോയെ സ്വീകരിക്കണം. ബലിജീവിതത്തിന് ശക്തി കിട്ടണമെങ്കിൽ ഈ ടോണിക്ക് കഴിച്ചു വെക്കൂ, വേറെ മാർഗമില്ല. കർത്താവിൻ്റെ ശരീരരക്തം സ്വീകരിക്കണം. ഇതെൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും ഓർക്കുന്നുണ്ട് ഒരു കാര്യം. ഞാനിങ്ങനെ കുർബാനയ്ക്ക് ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്ന് നല്ല ഉച്ചത്തിൽ വലിച്ച് പാട്ട് പാടുന്നുണ്ട്. വാ വാ യേശുനാഥ. കുർബാന സ്വീകരണത്തിൻ്റെ സമയത്താണ് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കുർബാനയ്ക്ക് കുർബാനയ്ക്ക് ആ പാട്ട് നിർത്തുന്നില്ല. ആ പെണ്ണിൻ്റെ അവളുടെ അടുത്ത് വന്നപ്പോഴും വാസ്തവത്തിൽ അവൾ കുർബാന സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. ഞാൻ കൊടുത്തു വന്നപ്പോൾ അവൾ പെട്ടെന്ന് വായ പൊത്തി. ഞാൻ
വാ വാ കൈകൊണ്ട് വായ പൊത്തുകയും പാട്ടിൽ വാ വാ യേശുനാഥ എന്ന് പാടുകയും ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു അവിടെ. വാ വാ യേശുനാഥ എന്ന് പാടുകയും കൈകൊണ്ട് വാ പൊത്തി പിടിക്കുകയും ചെയ്തിരിക്കുന്നു. വരണ്ട യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴൊക്കെ കുർബാന സ്വീകരിക്കണം. അങ്ങനെ ശക്തി സംഭരിച്ച് ബലിജീവിതത്തിലേക്ക് ഇറങ്ങി വരും. സമാപന ആശീർവാദത്തിൽ നമ്മൾ അയക്കുന്നത് എന്തിനാണെന്നറിയാവോ? നല്ല ശമറായനെ പോലെ അവശരെ സഹായിക്കാൻ. ഈ അവശരിലേക്കുള്ള തിരിച്ചിൽ അത് നന്നായിട്ട് ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചു. ഞാൻ പറയാ, കർത്താവ് ചോദിച്ചില്ലേ കായനോട്, ആബേലിനെ കൊന്ന കായനോട് കർത്താവ് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? അപ്പൊ കായനൊരു മറുപടി, ആം ഐ ദ ഗാർഡിയൻ ഓഫ് മൈ ബ്രദർ? ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, ആം ഐ ദ ഗാർഡിയൻ ഓഫ് മൈ ബ്രദർ? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ആ ചോദ്യത്തിന് ഉത്തരം പറയലാണ് ബലിജീവിതം. യെസ്, ഐ ആം ദ ഗാർഡിയൻ ഓഫ് മൈ ബ്രദർ. ഇതാണ് ബലിജീവിതം. എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനാണെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കലാണ് ബലിജീവിതം. നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, നമ്മൾ ആരെയും കൊന്നിട്ടില്ലല്ലോ ജീവിതത്തിൽ. പക്ഷേ മുകളിൽ ദൈവത്തിൻ്റെ കണക്ക് ബുക്കിൽ പലരുടെയും കൊലപാതകത്തിൻ്റെ കാരണക്കാരായിട്ട് നമ്മുടെയും പേര് കിടക്കുന്നുണ്ടാവും. അവിടെ പട്ടിണി കിടന്ന ഒരാൾ മരിക്കുമ്പോൾ ഞാൻ അവന് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ആ കൊലപാതകത്തിൻ്റെ പിന്നിലുണ്ട്, ഞാൻ കൊലപാതകം ചെയ്യുന്നത്. ഇവിടെ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ ഒരാൾ മരിക്കുമ്പോൾ അവന് ഞാൻ മരുന്ന് വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ, സാമ്പത്തിക സഹായം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ കൊലപാതകത്തിൻ്റെ കാരണക്കാരൻ ഞാൻ കൊലപാതകിയാ. ഐ ആം ദ ഗാർഡിയൻ ഓഫ് മൈ ബ്രദർ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നീ തെറ്റ് ചെയ്തിട്ടുണ്ട്. നന്മ ചെയ്യാതിരിക്കുന്നതും തെറ്റാ, തിന്മ ചെയ്യുന്നത് മാത്രമല്ല തെറ്റ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നോക്കിയാൽ മതി, കൃത്യമാണത്. ആ ധനവാൻ എന്ത് ചെയ്തു? അവൻ്റെ വീട്ടുപടിക്ക് ഒരു ദരിദ്രം വന്ന് കിടന്നു. അവനെന്ത് പഴിച്ചു? അവനെന്ത് പഴിച്ചു? പക്ഷേ കർത്താവ് അവതരിപ്പിച്ച സുവിശേഷ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ആ ധനവാനെ തീയിലിട്ട് വറക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ദരിദ്രനെ സഹായിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, എൻ്റെയും നിങ്ങളുടെയും പേരിലൊക്കെ കുറേയേറെ കൊലപാതകങ്ങൾ ദൈവത്തിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ടാകും, നമ്മൾ ആരെയും കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിലും. ഐ ആം ദ ഗാർഡിയൻ ഓഫ് മൈ ബ്രദർ. അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കലാണ് ബലിജീവിതം. അതിൽ വീഴ്ച വന്നാൽ അത് വലിയ ഒരു കൃത്യവിലോപമാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കുർബാന ബലിജീവിതം നയിക്കാൻ ശക്തി പകരുന്ന സ്രോതസ്സാണ്. ബലിജീവിതം എന്നാൽ ഐ ആം ദ ഗാർഡിയൻ ഓഫ് മൈ ബ്രദർ എന്ന ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കലാണ്. ഇപ്രകാരം ഈശോയുടെ ശരീരം രക്തവും സ്വീകരിച്ച് മസിൽ ഉറപ്പിച്ച് കർത്താവിന് വേണ്ടി അവശത അനുഭവിക്കുന്നവൻ്റെ മുഖത്ത് ഉത്തിതനായ യേശുവിനെ ദർശിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിക്കണം. ഞാൻ അടിവരയിട്ട് പറയാണ്, സഭയുടെ ശ്രദ്ധ വളരെ കൂടുതലായിട്ട് അവശരിലേക്ക് തിരിയേണ്ട കാലഘട്ടം അതിക്രമിച്ചു. ഇന്ന് പല രീതിയിൽ പട്ടിണി കിടക്കുന്ന, ചികിത്സിക്കാൻ സംവിധാനമില്ലാതെ കഷ്ടപ്പെടുന്ന, മരണത്തിൻ്റെ മുമ്പിൽ ഞെട്ടലോടെ പകച്ചു നിൽക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അവരിലേക്ക് എത്തിച്ചേരാൻ സഭയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം പുറന്തള്ളപ്പെടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. അവശരിലേക്ക് തിരിയുക, ജാതി മത ഭേദമന്യേ പാവപ്പെട്ടവരിലേക്ക് തിരിയുക. ഈ ഒരു ചിന്ത ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മൾ വസ്തുക്കൾക്ക് സൂചിപ്പിക്കുന്ന അർത്ഥമുണ്ട്, വ്യക്തികൾക്ക് സൂചിപ്പിക്കുന്ന അർത്ഥമുണ്ട്, സ്ഥലങ്ങൾക്ക് സൂചിപ്പിക്കുന്ന അർത്ഥമുണ്ട്.
കുർബാന അർപ്പിക്കുമ്പോൾ വൈദികൻ ഈശോയെ സൂചിപ്പിക്കുന്നു. ശുശ്രൂഷികൾ മാലാഖമാരെ സൂചിപ്പിക്കുന്നു. സമൂഹം സ്വർഗീയ ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നു. നമ്മളൊക്കെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ലോകത്തോട് വിട പറയും. അതിനുശേഷം നമ്മൾ സ്വർഗത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു ആരാധനാ വൃന്ദമായി മാറും. ആ സ്വർഗത്തിൽ ദൈവത്തെ പാടിപ്പുകഴ്ത്താനുള്ള ആരാധന വൃന്ദത്തെയാണ് മുൻകൂട്ടി സമൂഹം ഭൂമിയിൽ കുർബാനയുടെ സമയത്ത് സൂചിപ്പിക്കുക. ഇനി ദേവാലയത്തിന് പ്രധാനമായി 2 ഭാഗങ്ങളുണ്ട് നമുക്കറിയാം. ഹൈക്കല, മദ്ബഹ. ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഈ ഭൂമിയിലാണ് സമൂഹം, ഭൂമിയെ സൂചിപ്പിക്കുന്ന ഹൈക്കലയിലാണ് സമൂഹം നിലകൊള്ളുക. മദ്ബഹ 2 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടം, സ്വർഗം. ഈ 2 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് മദ്ബഹ. മദ്ബഹയിൽ ഇട്ടിരിക്കുന്ന ബലിപീഠം 2 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനം, കർത്താവിൻ്റെ കല്ലറ. കുർബാനയിൽ വൈദികൻ 3 പ്രാവശ്യം കുനിഞ്ഞ് ആചാരം ചെയ്ത് ബലിപീഠത്തിനരികിലേക്ക് വന്ന് ബലിപീഠത്തിൻ്റെ 3 ഇടങ്ങളിൽ ചുംബിക്കുമ്പോൾ ഈ ബലിപീഠം ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു, ബലിപീഠം ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനം, സ്വർഗത്തിലെ സിംഹാസനം. ആ ത്രിത്വൈക ദൈവത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈദികൻ 3 ഇടങ്ങളിൽ ചുംബിച്ചുകൊണ്ട് അനാഫ്ര ഭാഗത്തേക്ക് പ്രവേശിക്കുക. ഇനി ഇതേ ബലിപീഠം തന്നെ മറ്റൊരു സമയത്ത് വേറെ അർത്ഥം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, കർത്താവിൻ്റെ കല്ലറയെ സൂചിപ്പിക്കുന്നു. സമാധാനാശംസ നൽകുമ്പോൾ 1 പ്രാവശ്യം ചുംബിക്കുമ്പോൾ ശൂന്യമായ കല്ലറയാണ് ബലിപീഠം സൂചിപ്പിക്കുക. അപ്പോൾ മദ്ബഹ കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയും സൂചിപ്പിക്കുന്നു. പിന്നെ അൾത്താരയിൽ നമ്മൾ ഉപയോഗിക്കുന്ന തിരികൾ, മെഴുകുതിരികൾ, അത് ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ സൂചിപ്പിക്കുന്നതാ. ബൈബിള് പീഠത്തിൻ്റെ വലത്തുഭാഗത്ത് വയ്ക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണത്. നമ്മുടെ സഭയിൽ 2 തരം കുരിശുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം. മാർത്തോമ കുരിശും അതുപോലെ തന്നെ ക്രൂശിത രൂപമുള്ള കുരിശും. ഈ 2 കുരിശുകളും പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ഉൾക്കാഴ്ച സ്വീകരിക്കാനായിട്ട് ഓരോ ക്രൈസ്തവനും സാധിക്കണം. ഇത് യേശുവിനെ സൂചിപ്പിക്കുന്ന, പരസ്പരം സ്നേഹിക്കാൻ മാത്രം പറഞ്ഞ യേശുവിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ മാത്രമാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങുന്ന നമ്മളൊക്കെ പൗലോസ്ലീഹ പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാരാണ്. സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, സമാധാന സുവിശേഷത്തിൻ്റെ പാദരക്ഷയണിഞ്ഞ്, രക്ഷയുടെ പടത്തൊപ്പി ധരിച്ച്, വിശ്വാസമാകുന്ന പരിച കയ്യിലെടുത്ത്, ദൈവവചനമാകുന്ന വാൾ കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന പടയാളികളായി നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് വിരുദ്ധമായി ഒന്നും ഉണ്ടാകരുത്, നീതിക്ക് വിരോധമായി ഒന്നും ഉണ്ടാകരുത്. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ സമാധാനം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും ഭിന്നിപ്പും കലഹവും ഉണ്ടാക്കുന്നവരായി നാം മാറരുത്. കൗദാശിക ജീവിതത്തിലൂടെ രക്ഷയുടെ പടത്തൊപ്പി അണിയുന്നവരാകണം നമ്മൾ. വിശ്വാസമാകുന്ന പരിച നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. ഒരുവിധ കാരണവശാലും വിശ്വാസത്തിൽ നിന്നും അടിപതറാൻ നമുക്ക് ഇടവരരുത്. ദൈവവചനമാകുന്ന വാൾ നമ്മുടെ കയ്യിലുണ്ടാകണം. അത് തുറന്ന് കവറിലിട്ട വാളാകരുത്, തുറന്ന
വാളായിരിക്കണം നമ്മുടെ കയ്യിൽ. എന്ന് പറഞ്ഞാൽ വചനം വായിക്കണം, അല്ലെങ്കിൽ കേൾക്കണം. വചനത്തിലൂടെ ദൈവത്തെ, യേശുവിനെ അറിയണം. വചനത്തിലൂടെ യേശുവിനെ, ദൈവത്തെ അനുഭവിക്കണം. നമുക്കറിയാം, പ്രാർത്ഥനകളിൽ ആരാധന അർപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ട്, നന്ദി പറയുന്ന പ്രാർത്ഥനയുണ്ട്, യാചന നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ദൈവം നമ്മോട് സംസാരിക്കുന്ന പ്രാർത്ഥനയാണ് വചനം വായിക്കുമ്പോൾ. അങ്ങനെ വചനം വായിച്ച്, വചനത്തിലൂടെ ശക്തി സംഭരിച്ച് കർത്താവിന് വേണ്ടി പടപൊരുതുന്ന ഒരു യോദ്ധാവായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.